അവിടെ എനിക്ക് നേരിട്ടറിയാവുന്ന ഒരാളുണ്ട്. കാശി ജൈവ കർഷകനാ. പ്രകൃതിയാണ് അയാളുടെ ദൈവം. പ്രാദേശികമായൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ സ്റ്റുഡൻസിനും അതൊരു സഹായമാവും. ഇമ്പോർട്ടൻസ് എന്തിനാ സർ? വെള്ളത്തിന്റെ pH മൂല്യമാണ് പ്രധാനം. അവിടെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതുമാത്രം മതിയോ എന്ന് ചോദിച്ചാൽ പോരാ എന്നേ എനിക്ക് പറയാൻ പറ്റും. അതെന്താ സർ? പ്രോജക്റ്റിൽ അത് മാത്രമല്ലേ ഉള്ളൂ. അതെ, ജൈവ കൃഷി രീതി, ജലവിധാനത്തിന്റെ അളവ്, ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു. അൺപൈപ്ഡ് വാട്ടർ സപ്ലൈസ്, അതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാ. കടവിലുള്ളവർക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തണ്ടേ? നമ്മളെക്കാൾ ബോധമുള്ള ഒരാളുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ഒരാളില്ലേ, കാശി, സാമൂഹിക പ്രവർത്തകനായ കീഴൂർ സുരേന്ദ്രന്റെ മകൻ.